ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഡിഷാണ്. എല്ലാ ഭാഗത്തു നിന്നും വിട്ടിട്ട് നമുക്ക് ഒറിയ വരയ്ക്ക് ഒന്ന് പോവാം. ഒറിയലത്തെ ഒരു സ്വീറ്റ് ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ദാറ്റ് ഐ ഹാവ് ടേസ്റ്റഡ്. ഓക്കെ, രസഗുല്ലയും അല്ല, രസമലായും അല്ല, എന്നാൽ ഇത് രണ്ടിന്റെയും കൂടെ ഒരു ഹൈബ്രിഡ് കോമ്പിനേഷൻ ആവുമ്പോൾ എന്താവും? അതിന്റെ പേരാണ് രസബലി. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയും വാവ് ആണ് എന്നുള്ളത്. യെസ്, നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് രസബലി. എങ്ങനെ ഉണ്ടാക്കാന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് രസബലി ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. അതിൽ ഏത് തരം പനീർ, ഇനി നിങ്ങൾക്ക് പനീർ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണെങ്കിലും നോ പ്രോബ്ലം, ഉണ്ടാക്കുകയാണ് ഫ്രഷ് എന്നുണ്ടെങ്കിലും നോ പ്രോബ്ലം. ഞാൻ ഒരു പാക്കറ്റ് പനീർ എടുത്തിട്ടുണ്ട്. അമൂലിൻ്റെ പനീറാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു പാക്കറ്റ് എടുത്താൽ തന്നെ ഒരു എന്താ പറയുക, നല്ലോണം സൈസിലുള്ള ഒരു 8-10 നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ള പനീർ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, പനീർ ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രമേ അതിൻ്റെ ക്രീമി ടെക്സ്ചർ നമുക്ക് പുറത്തേക്ക് വരുള്ളൂ. അതിന് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കിടന്ന് തിളച്ചാൽ മാത്രം മതി. ഉപ്പോ വേറെ ഒന്നും തന്നെ അതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് പാലാണ് വേണ്ടത്. നല്ല ഫുൾ ക്രീം ആയിട്ടുള്ള പാലെടുത്തോളൂ. ഞാൻ ഇവിടെ ഏകദേശം 2 കപ്പോളം പാല് ഞാനിവിടെ എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഈ രസമലായിൽ കിട്ടുന്ന റബഡി എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതൊരു എന്താണ് പറയുക, ഗുലാബ് ജാമുനും അല്ല, രസമലായും അല്ല, രസഗുല്ല അല്ലാത്ത ഒരു സ്വീറ്റാണ്. അപ്പോൾ ഒരു ഹൈബ്രിഡ് കോമ്പിനേഷനാണ് ഇത്. അപ്പോൾ ഇനി ഇതിനെ തിക്കാക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് പാലും കിടന്ന് കുറുകി 3-4 മണിക്കൂർ എടുത്ത് കുറുകുന്നതിന് പകരം ഒരു 1/4 കപ്പ് അതിൽ കൂടെ ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സംഭവം വളരെ എളുപ്പമായിട്ട് നമുക്ക് റബഡി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. അപ്പോൾ 2 കപ്പ് പാല്, 1/4 കപ്പ് പാൽപ്പൊടി, 1/4 കപ്പ് പഞ്ചസാര, ഇതെല്ലാം കൂടിയിട്ട് ഗ്യാസ് കത്തിക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ഇതിനെ കുറുകാൻ വെക്കുകയാണ്. ബൈ ദ വേ, ദ്വാരകാപുരിയിൽ നിന്നുള്ള ആദ്യത്തെ പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സ്വീറ്റ് ഐറ്റം, ഞാനിത് റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്, ഒരു സ്വീറ്റ് ഐറ്റം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ പനീർ നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് കിടന്നിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റായിട്ട് എടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതിനെ ഒന്ന് അരിക്കുക കേട്ടോളൂ. അരിച്ച ആ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ തുടങ്ങാം. റബഡീനെ അപ്പോഴേക്കും ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കണ്ണ് ഇവിടെ വേണം. പാലും പാൽപ്പൊടിയാണ്. ഇടയ്ക്ക് കരിഞ്ഞു പോവാനോ അടി പിടിക്കാനോ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന, അരിച്ചു വെച്ചിരിക്കുന്ന പനീർ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കണം. കൈ കൊണ്ട് നന്നായിട്ട് തേച്ച് പൊടിച്ചു കൊടുക്കുക. പക്ഷെ നമ്മൾ വീണ്ടും മിക്സിയിൽ ഇതിനെ അരയ്ക്കും. എന്നാൽ കൂടിയിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് പൊടിച്ചു കൊടുത്തോളൂ. ഈ ഒരു സമയത്ത് നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ പനീർ ആണെങ്കിലും സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോളൂ, മാറ്റമൊന്നുമില്ല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു വലിയ സ്പൂണിന് 1 സ്പൂൺ, 1 ടേബിൾ സ്പൂണിന് 1 ടേബിൾ സ്പൂണുള്ള റവ, അത് വളരെ നൈസ് റവയാണെങ്കിലും ശരി, ഇനി ഏത് ഉപ്മാവ് റവയാണെങ്കിലും ശരി, വറുത്ത റവയായാലും നോ പ്രോബ്ലം, നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതിനെ നന്നായിട്ട് മിക്സിയിൽ ഡ്രൈ ആയിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പനീരിനെ ഇട്ടിട്ട് അരച്ചെടുക്കണം. ഈ അരച്ചെടുക്കുന്നതോട് കൂടിയിട്ട് പനീർ വളരെ സോഫ്റ്റായിട്ട് വെണ്ണ പോലെ ഉള്ള ഒരു പരുവായിട്ട് മാറും. ഓക്കെ, നല്ല സോഫ്റ്റായിട്ട് ക്രീമി ആയിട്ട് നമുക്ക് പിടിക്കാൻ പാകത്തിനുള്ള
ടെക്സ്ചറായിട്ട് അത് മാറും. അതും കൂടിയിട്ട് നമ്മൾ റവട കൂടെ ഇട്ട് കൊടുക്കണം. വീണ്ടും പറയണു, വറുത്ത റവയാവാം വറുക്കാത്ത റവയാവാം, നോ പ്രോബ്ലം. ഇനി വലിയ സ്പൂണിന് 1 സ്പൂണ് ഗോതമ്പ് പൊടി, ഓക്കെ, ഒരു 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. എങ്ങനെ കുഴച്ചെടുക്കണം? നമ്മൾ രസഗുല്ലയ്ക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല തേച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ നെയ്യ്, അതായത് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു മിഴുക്കുണ്ടല്ലോ, പന്നീരിൻ്റെ ഉള്ളിലത്തെ ഉള്ള ഫാറ്റ് പുറത്തേക്ക് കാണുന്നവരേക്കും, കയ്യിലേക്ക് പുറത്തേക്ക് കാണുന്നവരേക്കും ഇതിനെ നമ്മൾ കുഴച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ കണക്ക്. അത് കാണാത്തോടത്തോളം നിങ്ങളുടെ ടെക്സ്ചർ കറക്റ്റാണ് എന്നുള്ളതല്ല. ഓക്കെ, ഇപ്പം ഞാൻ തേച്ച് കുഴയ്ക്കുന്ന പോലെ തന്നെ നിങ്ങൾ തേച്ച് കുഴയ്ക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ ഈ എന്താണ് പറയുക, റബ്ഡി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട കുറച്ച് കുങ്കുമപ്പൂ പാലിൽ കലക്കി വെച്ചതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കളർ വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, അവോയ്ഡ് ചെയ്തോളൂ. വൈറ്റ് കളറിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നോക്കൂ, നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ നെയ്പ്പ് വരുന്നുണ്ട്. കണ്ടോ? ആ ഒരു നെയ്യിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ഫാറ്റ് ഇങ്ങനെ കാണാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ അതിനെ കറക്റ്റായിട്ട് അതിലേക്ക് നമ്മൾ എന്താണ് ഉരുട്ടണ സമയത്ത് ഒന്ന് ലൈറ്റായിട്ട് പ്രസ് ചെയ്യണ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് ആ നെയ്പ്പ് കറക്റ്റായിട്ട് വരണമെന്ന്. ഇനി നിങ്ങൾക്ക് ഇത് റൗണ്ടായിട്ട് വേണമെങ്കിൽ ഇടാം. അല്ല, ഇതാണ് ശരിക്കും രസബലയുടെ ഷേപ്പ്. ഒരു രസ്മലായുടെ ആ ഷേപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രസഗുല്ല സ്റ്റൈൽ വേണമെങ്കിലും ഇടാം, ഗുലാബ് ജാമുൻ സ്റ്റൈൽ വേണമെങ്കിലും ഇടാം, നോ പ്രോബ്ലം. പക്ഷേ ഇങ്ങനെ ആയിരിക്കണം. ഇതാണ് അതിൻ്റെ ഒത്തൻറ്റിക് റെസിപ്പി. ഓക്കെ, ഒത്തൻറ്റിക് റെസിപ്പി പ്രകാരം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ നമുക്ക് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം. ഓക്കെ, അപ്പോൾ എൻ്റെ കൈ കണ്ടോ, നല്ലോണം ഉള്ളം കയ്യിൽ ആ നെയ്പ്പ് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയിട്ട് ഇനി നമ്മൾ ഇതിനെ ഓരോന്നിനെയും നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഹൈബ്രിഡ് കോമ്പിനേഷൻ ഓഫ് ഗുലാബ് ജാമുൻ എന്ന്. ഗുലാബ് ജാമുൻ രസ്മലായുടെ ഷേപ്പും രസഗുല്ലയുടെ ഇൻഗ്രീഡിയൻസും ഗുലാബ് ജാമുൻ പോലുള്ള വറക്കലും, ഇതാണ് അതിൻ്റെ ഒരു സംഭവം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടാവും. സ്ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ട് റബഡി കുക്കായി കഴിഞ്ഞു. ആ കുക്കായതുകൊണ്ട് നല്ല ആ പാടയൊക്കെ പോലെ ഉള്ള ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നല്ലോണം എണ്ണ എടുക്കുക. എണ്ണ എടുത്തിട്ട് ഓരോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രസബലിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. പന്നീരിൻ്റെ ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് കുഴച്ചിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ ആ നെയ്പ്പ് വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എണ്ണയിലിട്ട ഉടനെ അത് കംപ്ലീറ്റ് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നെയ്പ്പ് കയ്യിൽ വരണം. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഉള്ള എന്താ പറയുക, കബാബ്സോ ഇല്ലെങ്കിൽ പനീർ ടിക്കീന്നോ അങ്ങനെയുള്ള ലെവലിലേക്കുള്ള സംഭവമായിട്ട് മാറും. ഇനി നമ്മൾ അതിനെ എല്ലാത്തിനെയും ഒരു പ്ലേറ്റിൽ ഇല്ലെങ്കിൽ ഒരു ബൗളിൽ നമ്മൾ അറേഞ്ച് ചെയ്യും. എന്താ വെച്ചാൽ ഇത് ഒരു ഓവർനൈറ്റ് എങ്കിലും കുതിർന്ന് ഇരിക്കണം. അതാണ് അപ്പോഴേ അതിൻ്റെ ഉള്ളിലേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിപ്പിടിക്കുള്ളൂ. അതല്ലാതെ ഇന്നുണ്ടാക്കി ഒരു 3 മണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അതിനെ കഴിക്കാം എന്നുള്ളതൊന്നും പറ്റില്ല. അപ്പോൾ തിക്കായിട്ട് നല്ല ചൂടോട് കൂടിയിട്ടുള്ള റബ്ഡി അതിലേക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സൂപ്പർ ടേസ്റ്റാണ്. എന്താ പറയുക, ഒരു ഹൈബ്രിഡ് കോമ്പിനേഷൻ സൂപ്പറാണ്. എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്തേ പറ്റൂ. ബിക്കോസ് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് എന്താ ഡെക്കറേഷൻ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഞാൻ പിസ്തയും ബദാമുമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അണ്ടിപ്പരിപ്പ് വേണോ, മുന്തിരിങ്ങ വേണോ? പൊതുവേ അവർ പിസ്ത മാത്രമാണ്. പിന്നെ എന്താണ് പറയുക, സിൽവർ കളർ മുകളിലിങ്ങനെ സ്വീറ്റിൻ്റെ മുകളിലൊക്കെ കാണില്ലേ, സിൽവർ കളർ ആ വർക്ക് പോലത്തെ ഒരു സാധനം, അതാണ് അവർ പൊതുവേ വെച്ച് കൊടുക്കുക. അത് എന്താണ് പറയുക, ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്കിത് മാത്രം മതി, നോ ഇഷ്യൂസ്. അപ്പോൾ ഇതാണ് ഒറിയത്തെ ഫേമസ് ആയിട്ടുള്ള രസബലി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ പുതിയ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഒരു സ്വീറ്റ് ഡിഷ് നിങ്ങളുടെ മുമ്പിലേക്ക് വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ടാക്കി നോക്കൂട്ടോ. Vinny's Kitchen.